Hello friends, welcome back to my channel Automotive. So, we will video thumbnail Splendor restoration. Test work parts painting video mudguard tank side cover panel back number plate in the silence and all sorts of mudguard ഞാൻ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കും കാരണം ക്യാമറാമാൻ ഇല്ല. അപ്പോൾ മഡ്ഗാർഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഡ്ഗാർഡിൻ്റെ ബോൾട്ട് ഉള്ളിൽ വന്നേക്കണം. അങ്ങനെ വണ്ടി നമ്മൾ മൊത്തത്തിൽ നിന്ന് ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ഷിതു വിത്ത് സിപ്പപ്പ് വണ്ടിയുടെ അവസാന കോലം. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ അയക്കാണ്ട്. നമ്മുടെ അടുത്ത് സൈഡ് കവർ അയച്ചു. നമുക്ക് അയക്കാനുള്ളത് ഇത്, ഈ കാരിയർ, ടാങ്ക്, പിന്നെ ചെയിൻ കവർ. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഗൈസ്, അപ്പോൾ നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവും. ഇത് നമുക്കിത് പെയിൻറ്റിങ്ങിന് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട്, പെയിൻറ്റ് അടിക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം അസംബിൾ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് രണ്ടാമത്തെ ഡേ ആട്ടോ, ഡേ 2. നമ്മൾ വണ്ടിയിലെ ബാക്കിയുള്ള ചെയിനും കാര്യങ്ങളൊക്കെ അയക്കാൻ നിന്നപ്പോഴാണ് എൻജിൻ സൈഡൊക്കെ ആകെ കാണിച്ചത് കേട്ടോ. എൻജിൻ സൈഡൊക്കെ ഉണ്ടോ ആകെ സീനായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ആളെ വിളിച്ചു ചോദിച്ചു, മാമൻ്റെ വണ്ടി തന്നെയാണ്. മാമനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു മൊത്തത്തിൽ റീസ്റ്റോർ ചെയ്യാനുള്ള പരിപാടിയാണ്, മൊത്തത്തിൽ ചെയ്സ് അടക്കം അയച്ച് പെയിൻറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എൻജിൻ ബേസൊക്കെ പക്കയാട്ടോ വണ്ടി. പിന്നെ ഇത് 90 സംതിങ് മോഡലാണ്. കണ്ട കെൻഫി, ഈ കമ്പനി ബാംഗ്ലൂരുണ്ട് കേട്ടോ. ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ജപ്പാൻ കമ്പനിയാണ്, ജപ്പാൻ കാർബറേറ്റർ കേട്ടോ അത്. അപ്പോൾ കറക്റ്റ് പഴയ ഇതൊക്കെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു സ്പ്ലെൻഡറിൻ്റെ മൊത്തത്തിലുള്ള യൂണിറ്റ് അവിടെ നിന്ന് പാർട്സ്, ജെന്യൂൻ പാർട്സ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഇന്ത്യയിലുള്ള പ്ലാന്റിൽ അസംബിൾ ചെയ്തിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്നൊരു കമ്പനി ആയിരുന്നു പഴയ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. അപ്പോൾ അതിലെ ഒരു വിൻറ്റേജ് ബൈക്കാട്ടോ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് വണ്ടി മൊത്തത്തിൽ അഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്നലത്തിൽ നിന്ന് നമ്മൾ അയച്ചത് നമ്പർ പ്ലേറ്റ് അയച്ചു, ഫ്രണ്ടിലും ബാക്കിലും നമ്പർ പ്ലേറ്റ്, സാരി കാർഡ്, പിന്നെ ഇത് ചെയിൻ കവർ അയച്ചു കേട്ടോ. ഇനി നമുക്ക് അയക്കാനുള്ളത് എൻജിൻ അയക്കണം. അപ്പോൾ എൻജിൻ അയക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഓരോന്നോരോന്നായിട്ട് അയക്കണം, എന്നിട്ട് അവസാനമായിട്ട് എഞ്ചിനിലോട്ട് നമുക്ക് തൊടാൻ പറ്റുള്ളൂ. അപ്പോൾ എഞ്ചിൻ അയക്കുന്ന സമയത്ത് ആദ്യം ഇലക്ട്രിക്കൽ പാർട്സ് കാര്യങ്ങൾ മൊത്തം റിമൂവ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബാറ്ററി റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കങ്ങനെ ഓരോ ഓർഡറിൽ തുടങ്ങാം. അപ്പോൾ ഞാനും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന്, അതായത് മൊത്തത്തിൽ അയക്കണമെന്ന്. ഞാൻ ഇന്നലെ പെട്ടെന്ന് ടാങ്കും കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ്ങിന് വേണ്ടി അത് അയച്ചു കൊടുത്താണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നിന്നിട്ട് നമുക്ക് അയക്കാം. വലിയ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സംഭവങ്ങളൊക്കെ കറക്റ്റ് ഓർഡറിൽ തന്നെ പോകുന്നുണ്ട് ചേച്ചിൻ്റെ മുകളിൽ കൂടെ. അതിലൊന്നും ഞാൻ തൊടാൻ നിൽക്കണില്ല. പിന്നെ ഇങ്ങനെയുള്ള മൗണ്ട് ചെയ്ത് വെച്ചാക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് ഇടുക. അതിനുശേഷം ഇപ്പോൾ സൈലൻസർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബോൾട്ടൊക്കെ അയച്ചു വെച്ചു. ഒരു ബോൾട്ടും കൂടെ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൈലൻസർ ഊരും. സൈലൻസർ ഊരുക. പിന്നെ ഇപ്പോൾ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യണം. ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സസ്പെൻഷൻ ഊരുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ടയറ് കാര്യങ്ങൾ നൈസായിട്ട് ഊരും. അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സസ്പെൻഷൻ ടയറിലും പിന്നെ നമ്മുടെ ചേസിൽ വേണ്ട ഇവിടെ ഈ ബോൾട്ടിലുമേ കേട്ടോ സസ്പെൻഷൻ നിൽക്കുന്നത്. പിന്നെ ഈ 2 ബോൾട്ട് അപ്പുറത്ത് ഊരി കഴിഞ്ഞാൽ 2 സസ്പെൻഷൻ ഊരി. അപ്പോൾ വണ്ടിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പല കഷ്ണം എന്തെങ്കിലും കൊണ്ടുവന്ന് സെറ്റ് ആക്കണം. പിന്നെ ഫ്രണ്ടിൽ ഊരാൻ വലിയ സീനില്ല, നമ്മുടെ ഇതില്ലേ. യെസ്, അപ്പോൾ അത്രയ്ക്കാണ് പരിപാടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റെം ഊരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അസംബ്ലി മൊത്തത്തിൽ ഹെഡ്ലൈറ്റിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പട്ടയുണ്ട്, അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് അസംബ്ലി ഊരി മീറ്റർ മാറ്റി വയ്ക്കുക, ഹാൻഡിൽ ഊരുക, പിന്നെ കേബിൾ കാര്യങ്ങളൊക്കെ ഇടിയിക്കുക. പരിപാടി കഴിഞ്ഞു. അത്രയുള്ള പരിപാടി. ലാസ്റ്റ് എഞ്ചിന് ഇറക്കാൻ ഒരാളുടെ ഹെൽപ്പ് വേണം. അനിയൻ ഉണ്ട്, അതൊന്നും വരുമായിരിക്കണ്ട.
അപ്പോൾ നമുക്ക് ആ വരുന്നതിന് മുന്നേ കുറച്ച് പരിപാടികൾ നോക്കാം. അപ്പോൾ നമുക്ക് എഞ്ചിനല്ലേ മെയിനായിട്ട് അയക്കാനുള്ളത്. അപ്പോൾ എഞ്ചിൻ അയക്കാൻ സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇലക്ട്രിക്കൽ പാർട്സൊക്കെ ഡിസ്കണക്ട് ചെയ്ത് തരണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നില്ലെങ്കിൽ ബാറ്ററിയുടെ ഒരു ടെർമിനൽ അയച്ചിടുക. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എഞ്ചിൻ അയക്കാനുള്ളതാണ്. ബാറ്ററി നമുക്ക് എന്തായാലും ഊരി വെച്ചേക്കാട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററിയാണ് ഫസ്റ്റ്, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. നമ്മൾ അയ്യോ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് ഒരു കൈയും കൊണ്ട് ക്യാമറ അതും കൂടെ സീനാണ്. അപ്പോൾ നമ്മൾ ബാറ്ററിൻ്റെ ടെർമിനൽ ഊരി ഇനി ബാറ്ററി തുറന്ന് ഊരി മാറ്റും. ഗൈസ് അപ്പോൾ നമ്മൾ നെയ്സ് ഹെൽമെറ്റിൻ്റെ മുകളിൽ നെയ്സായിട്ട് മൗണ്ട് ചെയ്ത് വിട്ടാം. ഇപ്പോൾ സെറ്റായി. അപ്പോൾ നമ്മളിത് ബാറ്ററി റിമൂവ് ചെയ്യണം. ഗൈസ് അപ്പോൾ കേട്ടോ ബാറ്ററിയിൽ നമ്മൾ 2 ടെർമിനലുണ്ടായിരുന്ന ചെറിയ കുട്ടി ബോൾട്ട് നമ്മൾ ഊരി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൽ ഇവിടെ ഒരു മറ്റേ സംഭവമില്ല, ലോക്കിൻ്റെ ഒരു സെറ്റപ്പ് പോലത്തെ ഒരു ചെറിയ സെറ്റപ്പിലാട്ടോ നമ്മുടെ ബാറ്ററി ഇവിടെ ലോക്ക് ചെയ്തിട്ടാക്കുന്നത്. കാരണം വണ്ടി റണ്ണെങ്കിൽ അത് ഊരി പോവാതിരിക്കാൻ. അപ്പം അതിൻ്റെ മട്ടിൻ്റെ തോന്നുന്നു. അപ്പോൾ 10ൻ്റെ ആവണം. അതെ 10ൻ്റെ ബോൾട്ടും കൊണ്ട് അത് ലോക്കിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ആ ലോക്ക് അങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോറ് പോലത്തെ സെറ്റപ്പ് ആട്ടത്. ബോൾട്ട് വരിക, സാധനം തുറക്കുക, ബാറ്ററി ആ കേസിനുള്ള പുറത്തെടുത്തു. ബാറ്ററി നമ്മൾ ആദ്യം ഊരി മാറ്റി. അപ്പം അത്രയുള്ള പരിപാടി, മെയിൻ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതിലോട്ട് തന്നെ ഇട്ടേക്കാം കേട്ടോ. അതായത് ആ ബോൾട്ട് നമ്മൾ ഇതിലോട്ട് തന്നെ ഇട്ടേക്കാം, മിസ്സാവല്ലോ. അപ്പം നമ്മൾ അത് ഊരി കഴിഞ്ഞ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലഗ് ആട്ടോ. പ്ലഗ് ജസ്റ്റ് പ്ലഗിൻ്റെ സംഭവം നമ്മളൊന്ന് ഇഗ്നീഷൻ കണക്ഷൻ പോണ സോക്കറ്റ് നമ്മൾ നൈസായിട്ടൊന്ന് വിടിയിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ പരിപാടിയിട്ട് കിടക്കാം. നമ്മൾ പറഞ്ഞ നമ്മുടെ ഹെൽപ്പർ എത്തിയിട്ടോ. അരോഷ് കമോൺ, അരോഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് അടുത്ത നമ്മുടെ പരിപാടി കേട്ടോ. അതായത് സൈലൻസർ വരണം. അപ്പോൾ നമ്മുടെ ആ ഫൂട്രസിൻ്റെ ഒരു ബ്രാക്കറ്റ് ഇവിടെ ചേസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് രണ്ടും നമ്മൾ റിമൂവ് ചെയ്തു. ആ ഫൂട്രസ് അസംബ്ലി അങ്ങനെ ഒരു മാറ്റി. പക്ഷേ ഇത് രണ്ടുമില്ലേ അതിന് ആ ബോക്സിലിട്ട് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് സൈലൻസർ ഈസി ആയിട്ട് ഇവിടുന്ന് എങ്ങനെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ സൈലൻസർ ഊരിപ്പോന്നു. അപ്പോൾ അത്രയുള്ള നമ്മുടെ പരിപാടി കണ്ടോ. നമ്മൾ ഇതേ സൈലൻസർ ഊരി ഇനി സൈലൻസർ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത സംഭവം. അപ്പോൾ ആ സൈലൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് യൂറോ സ്പെക്ക് സ്പ്ലെൻഡർ ഇല്ലേ, ഫസ്റ്റ് ജനറേഷൻ, അതിന്റെ ഒറിജിനൽ സൈലൻസർ ആണ്. അതിന്റെ എക്സോസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. വണ്ടി ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും റീസ്റ്റോർ ചെയ്തിട്ടൊരു വീഡിയോ വരും, അതിൽ കേൾപ്പിച്ചാലാട്ടാ. ഇത് നമ്മുടെ അടുത്ത പരിപാടി നമ്മൾ ആ ബാക്കിലെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ സ്റ്റേയും കാര്യങ്ങളൊക്കെ അയച്ചു മാറ്റാണ്. അപ്പോൾ അത് ഇവിടെ അപ്പോൾ നമ്മൾ ഇതേ മഡ് ഫ്ലാപ്പ് അയച്ചു കിട്ടാം. മഡ് ഫ്ലാപ്പ് അയച്ചിട്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതൊന്ന് വിളിക്കാം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ മഡ് ഫ്ലാപ്പ് മൊത്തത്തിൽ പുറത്തേക്ക് വന്നു. അപ്പോൾ നമുക്കിനി മഡ് ഫ്ലാപ്പ് ഊരി എടുക്കണമെങ്കിൽ ഇവിടെ കണ്ടൊരു ഗാഡി വരുന്നുണ്ട് കേട്ടോ. അത് ഊരി എടുക്കണമെങ്കിൽ സസ്പെൻഷൻ വരണം. അപ്പോൾ നമുക്ക് 1 സൈഡ് സസ്പെൻഷൻ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോൾട്ട് ഊരി ഇവിടെ കണ്ടോ ആ പിടിച്ചിരിക്കാനുള്ളതും ലഗേജ് ക്യാരി ചെയ്യാനുള്ള സാധനം നമുക്ക് ഇത് വരണം. ഇത് ഊരി കഴിഞ്ഞാൽ സസ്പെൻഷൻ ഊരി എന്നിട്ട് അത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ ഉണ്ടായി ഏറെക്കുറെ തീരായി. ഇനി കുറച്ച് വർക്കുള്ളൂ കേട്ടോ. നമ്മളിവിടെ ഉണ്ടാകുന്ന മഡ് ഗാർഡ് റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാന് എയർ ഫിൽട്ടർ യൂണിറ്റ്, കാർബറേറ്റർ, പിന്നെ ഇത് ഈ ടൂൾ ബോക്സ് വെക്കണ കിറ്റ് കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. എഞ്ചിൻ നമുക്ക് ലാസ്റ്റ് അയക്കാം. പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. വിലബ് ഈ ഒരു ബോൾട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഷാഫ്റ്റ് അങ്ങോട്ട് ഊരി മാറ്റി കഴിഞ്ഞാൽ വീല് സ്പ്രോക്കറ്റ് കഴിഞ്ഞ പരിപാടി. എന്നിട്ട് അവിടെ ഈ ഷേസിനൊരു സപ്പോർട്ടായിട്ട് ബക്കറ്റ് എന്തെങ്കിലും തിരിച്ച് വെക്കണം, അല്ലെങ്കിൽ വണ്ടി ബാക്കിലോട്ട് മറിയുമല്ലോ. അപ്പോൾ അത് വെച്ചതിന് ശേഷം എൻജിൻ നൈസായിട്ട് നമുക്ക് റിമൂവ് ഉള്ള പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എയർ ഫിൽട്ടർ യൂണിറ്റ് ആട്ടോ ഞാൻ ഇപ്പോൾ അയക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫിൽട്ടർ ഊരി മാറ്റിയിട്ട് ആ ബോക്സിൻ്റെ കേസിൽ എയർ ഫിൽട്ടർ കേസ് യൂണിറ്റ് മൊത്തത്തിൽ അയക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കണക്ഷൻ പോകുന്നത്
കാർബറേറ്ററോട്ട് എയറോസ് വഴി. അപ്പോൾ എയറോസ് കാർബറേറ്ററോട്ട് കണക്ട് ചെയ്തേക്കുന്നത് കണ്ടോ ഈ ഒരു ക്ലാമ്പ് വഴിയാണ്. ആ ക്ലാമ്പിൻ്റെ സ്റ്റാറാണ്, അതങ്ങോട്ട് അയക്കുക, അത് റിമൂവ് ചെയ്തിടുക. ഇടുന്നില്ലേ ഗായ്സ്? അപ്പോൾ നമുക്കിനി എൻജിൻ അയക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കാർബറേറ്ററിൻ്റെ കേബിൾ, അതായത് ഇലക്ട്രിക്കൽ സൈഡും പിന്നെ കേബിൾ അങ്ങനെയുള്ള എന്തെങ്കിലും മെക്കാനിസം ഉണ്ടെങ്കിൽ എൻജിനായിട്ടെല്ലാം വിടിയിക്കട്ടെ. അപ്പോൾ കാർബറേറ്റർ വിടിയിച്ചു. നേരത്തെ നമ്മൾ ക്ലച്ച് കേബിൾ വിടിയിക്കണം. പിന്നെ ഇവിടെ നിന്നൊരു കണക്ഷൻ പോകേണ്ട ഈ റോസ് എൻജിനിലോട്ട്, അതും കൂടെ വിടിയിച്ചിട്ട് കഴിഞ്ഞാൽ എൻജിൻ ഫ്രീ ആയി. പിന്നെ എൻജിൻ്റെ മൗണ്ട് ഇങ്ങനെയുള്ള ബ്രാക്കറ്റിലുള്ള ബോൾട്ടുകൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ഊരി എടുക്കാതെ. അപ്പോൾ നമുക്കിനി ഈ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ ഊരണം കേട്ടോ. നമ്മൾ നൈസായിട്ട് ഇതേ ഫ്രണ്ടിലെ ചെറിയ സ്പ്രോക്കറ്റില്ലേ, കുട്ടി സ്പ്രോക്കറ്റ് തന്നെ അവിടുത്തെ കേസ് നമ്മൾ എൻജിൻ കേസ്. അപ്പോൾ നമ്മുടെ പരിപാടി ഏറെക്കുറെ കഴിയാറായിട്ട്. അപ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റിൻ്റെ 2 ബോൾട്ട് ഷാഫ്റ്റ് ഊരി മാറ്റി. ഇനി അടിയിലൊരു ഫൗണ്ടേഷൻ ബോൾട്ട് ഉണ്ട് കേട്ടോ, 2 എണ്ണം. ഇതും കൂടെ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിനായിട്ടുള്ള ബാക്കിയെല്ലാം റിമൂവ് ആയി നമുക്ക് എഞ്ചിൻ ഊരി മാറ്റാം കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതൊന്ന് ഇതും കൂടെ അയച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞു കേട്ടോ. എഞ്ചിൻ അയച്ചു, ചേസ് മാത്രമായി. ഇനി അതിലാകെ സ്റ്റെമ്മും ഫ്രണ്ടിലെ ടയറും മാത്രമേ ഉള്ളൂ. അതും കൂടെ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ ആ വയറിംഗ് അസംബ്ലി മൊത്തം മാറ്റി വയ്ക്കുക. അത്രയ്ക്കുള്ളൂ ഗൈസ്. കടിഞ്ഞൊരു പോരാട്ടമായിരുന്നു. ഇനി ഇതിൻ്റെ കേസ് നമുക്ക് ഇപ്പം തന്നെ കൈയോടെ ഇടാം കേട്ടോ. ഇത് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് നമ്മളിതേ ചേസാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ ചേസിന്ന് നമ്മുടെ വയറിംഗ് കിറ്റ് ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവസാനം ഇഗ്നീഷനാണ്. ഇത് ഇഗ്നീഷനിൽ അയക്കാൻ വേണ്ടിയിട്ട് ഇഗ്നീഷൻ ബോൾട്ട് അല്ലെങ്കിൽ ബോൾട്ടാണ് അല്ലെങ്കിൽ ഇട്ടുണ്ട്. പിന്നെ അതും കൂടെ ഊരി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. യെസ് ഗൈസ്, ഇതാട്ടപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസാന കൊല്ലം ബാക്കി പാർട്സൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കി അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള പെയിൻറ്റിങ്ങിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടതെല്ലാം ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലുകൾ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെയായിരിക്കും. ഗുഡ് ബൈ ഗൈസ്.